അവൻ നമസ്കരിക്കണം റക്അത്തൈനി ഫൈസല്ലി റക്അത്തൈനി യൻവി ബിഹിമാ സുന്നത്തൽ ഇഹ്റാം, ഇഹ്റാമിൻ്റെ സുന്നത്ത് ഇത്തിബാഇന് വേണ്ടിയാണ് ആ പറയുന്നത്. മുത്തഫഖുൻ അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ദുൽഹുലൈഫ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് വാഹനപ്പുറം കയറി ഇരുന്ന് സാട്ടാക്കി ഇഹ്റാം കെട്ടും. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 2 റക്അത്ത് ചെയ്യാറുണ്ട്. ബുഖാരി മുസ്ലിം നമസ്കാരം പറഞ്ഞത് യഖ്റഉ സിർറൻ ലൈലൻ വനഹാറ, ശബ്ദം താഴ്ത്തിക്കൊണ്ടോതണം. രാത്രിയിലായാലും പകലിലായാലും. ഖിലാഫൻ ലിമൻ സഅമ അൽ ജഹ്റ ഫീഹിമ, 2 റക്അത്തുകളിലും. രാത്രിയിലാണെങ്കിൽ എന്ത് വേണം? എവിടെ ഉറക്കെ ആയതുകൊണ്ട് തവാഫിന്റെ 2 റക്അത്തിൽ ഉറക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും എന്ത് വേണം? ഈ 2 റക്അത്തിൽ രാത്രിയിലും പകലിലും എന്നല്ല, 93-ൽ പറയുന്നുണ്ട്. തവാഫിന്റെ സുന്നത്ത് പകലിലാണെങ്കിൽ സിറ്, രാത്രിയിലാണെങ്കിൽ ജഹ്റ്. അതുകൊണ്ട് തവാഫിനോടൊപ്പിച്ചുകൊണ്ട് എന്ത് വേണം? അത് ശരിയല്ല. ദുഹർ നമസ്കാരം പോലെ രാത്രിയിൽ പകലിൽ ഏത് സമയത്തും എന്താണ്? സിറാണ് വേണ്ടത്. സിറൻ ലൈലൻ വനഹാറൻ ഇഹ്റാമിൻ്റെ തവാഫ് പോലെ പുരോഗമിച്ചിട്ടില്ല ഇത്. ഖിലാഫൻ ലിമൻ സഅമ അൽ ജഹ്റ ഫീഹിമ, 2 റക്അത്തുകളിൽ ജഹ്റാണ് വേണ്ടത്. ലൈലൻ എന്തിനോടൊപ്പിച്ചിട്ടാകുമ്പോ സുന്നത്തു തവാഫിൽ അങ്ങനെ ഉണ്ടല്ലേ, 93-ലുണ്ടല്ലോ. ഫില്ലൂല ബഅദൽ ഫാത്തിഹ കാഫിറൂന വഫി സാനിയ ഇഖ്ലാസ്. അങ്ങനെയാണ് ഓത്തിന്റെ ക്രമം. യഖ്റഉലേക്ക് ബന്ധപ്പെടുത്തി. യഖ്റഉ എന്ന് പറഞ്ഞില്ലേ, അൽ ഫിൽ ഊല ബഅദൽ ഫാത്തിഹ കാഫിറൂന. രണ്ടാമത്തേലോ ഇനി ഇതെന്നെ നമസ്കരിക്കണമെന്നൊന്നുമില്ല, ഒരു നമസ്കാരം മുൻകടക്കലേ മുറാദുള്ളൂ. സുബീന്റെ ശേഷമോ അസറിന്റെ ശേഷമോ ഏറാൻ കെട്ടുന്നുണ്ടെങ്കിൽ ആ സുബീ നമസ്കാരം തന്നെ മതി, അല്ലെങ്കിൽ അസർ നമസ്കാരം മതി. ഒരു നമസ്കാരം ഫർളോ സുന്നത്തോ അതാവോ ഖളാ ആയ ഒരു നമസ്കാരം മുൻകടക്കലേ ആവശ്യമുള്ളൂ. കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്പെഷ്യലായി നമസ്കരിക്കൽ നല്ലത്. വയുഗ്നി അൻഹുമാ ഗൈറുഹുമാ, ഇഹ്റാമിന്റെ 2 റക്അത്തിന് മതിയാകും വേറെ എന്തെങ്കിലും ഒരു നമസ്കാരം. എവിടെ പറഞ്ഞതുപോലെയൊക്കെ സുന്നത്തി തഹിയ്യത്തിൽ മസ്ജിദി, തഹിയ്യത്ത് നമസ്കാരത്തെ പറ്റി പറഞ്ഞതുപോലെ ഈ തഫ്സീരിഹ സാബിഖി 2235-ൽ തഹിയ്യത്ത് നമസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? അതിന്റെ കൂടെ തഹിയ്യത്തും കൂടെ കരുതിയാൽ കൂലിയും കിട്ടും, ഇല്ലെങ്കിൽ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇബ്നു ഹജർ പറഞ്ഞത്. നിഹായ മുഗ്നി പറഞ്ഞത് അങ്ങനല്ല, കരുതേണ്ട ആവശ്യമില്ല, തനിയെ തന്നെ എന്ത് കിട്ടും? സവാബ് കിട്ടും. പ്രതിഫലം കൊണ്ടും കറാഹത്തിൽ നിന്ന് രക്ഷ കൊണ്ടും എല്ലാം കിട്ടിപ്പോയി. എന്തെങ്കിലും ഒരു നമസ്കാരം അത് തീരെ ശരിവെച്ചിട്ടില്ലല്ലോ ഇബ്നു ഹജർ. തലബ് സാഖിത്താകും എന്തെങ്കിലും ഒരു നമസ്കാരം കരുതിയെങ്കിലോ ഫർദിന്റെ കൂടെ കരുതണം എന്നല്ലേ അവിടെ തഹിയ്യത്ത് നമസ്കാരം. ലിയന്നൽ ഖസ്ത വുഖൂഉൽ ഇഹ്റാമി ഇസ്റ സ്വലാത്തിന്നത്. ഇവിടെ നമുക്ക് എത്രയേ വേണ്ടു? കമാ ഫാദഹു റസൂൽ ബുവൈത്ത് ഐ ബിഹൈസു ലാ യതൂലു സമൻ
ബൈനഹുമാ ഉർഫൻ. നദീറ മാ മറ ഫീ നബി സുന്നത്തിൽ വുളു. 1:241 വുളുവിന്റെ സുന്നത്ത് നമസ്കാരം പറഞ്ഞിട്ടില്ലേ? നന്ന വൈകിയാൽ പറ്റൂല, മുറിഞ്ഞു തൂലിൽ ഫസ്ലിൽ പാടില്ല. അതെന്നെ അധികം സമയം പെയ്യാതെ നമസ്കാരത്തിന്റെയും ഏറാമിന്റെയും ഇടയിൽ തൂലിൽ ഫസ്ലിൽ പറ്റൂല. ഇത് ഏറാമിന് വേണ്ടി നമസ്കരിച്ചതാണ് എന്ന് ഏതൊരാൾക്കും കാണുമ്പോൾ തോന്നണം. നമസ്കാരം പാടില്ലാത്ത 5 സമയങ്ങളില്ലേ, അത് പറ്റില്ല. പിന്തിയ കാരണമുള്ള നമസ്കാരം അതുകൊണ്ട് ആ സമയത്താണെങ്കിൽ വേണ്ടാന്ന് വെച്ചേക്കണം. സുബഹി നമസ്കരിച്ച ഉടനെ അസറിന്റെ ശേഷം മഞ്ഞളിക്കുന്ന നേരത്ത് ഉദയ സമയത്ത് നട്ടുച്ചക്ക് പറ്റോ? പക്ഷേ മക്കത്തെ ഹറമിലൊഴികെ. മക്ക ഹറം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കയറാൻ കിട്ടുന്നുണ്ടെങ്കിലോ അവിടെ മുത്തലക്കായ സുന്നത്തും പറ്റൂ, ഇന്ത്യ കാരണമുള്ള സുന്നത്ത് നമസ്കാരം പറ്റൂലേ? ഹറമിൽ വെച്ച് ഈ 5 നേരം ഹറാമ് എവിടെയുള്ളൂ? ഹറമല്ലാതെ അടുത്ത് ഹറമിലുണ്ടോ? മക്കയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇത് മസ്ജിദ് ആയിഷ. അവിടെ പോയിട്ട് എത്രയോ ആൾ അസുഖം കഴിഞ്ഞിട്ട് കയറാൻ കെട്ടലുണ്ട്, സുന്നത്ത് നമസ്കരിക്കുന്നതാണ്. പറ്റോ? അത് ഹറമല്ല, ഹറമിന്റെ പുറത്തായി ഇല്ലാണത്, പറ്റൂല. മക്കത്തെ ഹറമിന്റെ ആ അതിർത്തിക്കുള്ളിലാണെങ്കിൽ എല്ലാ നേരത്തും എന്ത് പറ്റൂ? ഈ 5 നേരം ഹറാമാണ് എന്ന് പറഞ്ഞ നിയമം ഇവിടെ ഇല്ല. സുമ്മ വഅദഹുമാ 2 റക്അത്ത് നമസ്കാരത്തിന്റെ ശേഷം അൽ അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠത അയ്യുഹിരിമാ ഇഹ്റാം കെട്ടലാകുന്നു, ലാ അഖിബഹുമാ നമസ്കാരത്തിന്റെ ഉടനെ അല്ല. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് യാത്ര ആരംഭിച്ചാലാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അത് ഏറ്റവും മെച്ചപ്പോൾ വളരെ 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 നല്ലതാണ്. ഇത് ബൽ ഇതിംബാസത്ത് ബിഹി റാഹിലത്തു, വാഹനം യാത്ര ആരംഭിച്ചാൽ മാത്രമാണ് ഇഹ്റാം കെട്ടേണ്ടത്. അപ്പൊ നമസ്കാരത്തിന്റെ ഏഴാമിന്റെ ഇടയിൽ ചെറിയ വിടവ് വരും. നമസ്കരിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. ഇഹ്റാമിന്റെ എല്ലാ സ്ഥലത്തും പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്നാണ് നമസ്കരിക്കൽ. പിന്നെ റോട്ടിലേക്ക് വന്ന് വാഹനം ഓട്ടം ആരംഭിച്ചാലാണ് എന്ത് വേണ്ടത്? അതുപോലെ ഫ്ലൈറ്റ് എല്ലാം പറക്കാൻ തുടങ്ങിയാൽ പറന്നിട്ടിങ്ങനെ മേലോട്ട് പൊന്തുമ്പോൾ നവൈത്തുൽ ഹജ്ജ വൽ ഉംറത ഇതിംബാസത്ത് ബിഹി, അവനെയും കൊണ്ട് ഇളകിയാൽ റാഹിലത്തുഹു, ഇളകലെങ്ങനെ? ഐ തവജ്ജഹത് ബിഹി ദാമത്തുഹു, ഇവനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടു. മിനൽ ഇബ്ലി ഔ ഗൈരിഹ, അദാബത്ത് ഇബ്ലി ഗൈർ ഇലാ ജിഹതി മഖ്സിദി സായിറത്തൻ, സായിറത്തന്നെ ആകണം. ലാ മുജറദു സവറാനിഹ, സ്റ്റാർട്ടാക്കൽ മാത്രം മതിയാവോ? സായിറത്തായാൽ ഔ തവജ്ജഹ ലിതരീഖിഹി മശിയ, അത് ദാബത്തില്ലാത്തവർക്ക്, നടന്നു പോകുന്നവർക്ക് നടക്കാൻ ആരംഭിച്ചാൽ ഇത്തിബാ അങ്ങനെയാണ്. മുത്തഫഖുൻ അലൈഹി പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അറിയുന്നു, നബി തങ്ങള് ഇഹ്റാം കെട്ടിയത് വാഹനം സ്റ്റാർട്ടാക്കി ഓടാൻ തുടങ്ങിയ ശേഷമാണ്. നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഒരു കലിമത്ത് പോലും മുന്തിയിട്ടില്ല. പോയി സുന്നത്ത് കിരിച്ചങ്ങ് പോയി. ബുഖാരി മുസ്ലിമിലുണ്ട് കണ്ടാ. പക്ഷേ ഇന്നുള്ളവർക്ക് ഒരു നിലക്കും ഇത് ശരിയാകുന്നില്ല. ഈ അഫ്ദൽ പിടിച്ചാലാവില്ല. അതുകൊണ്ട് അഫ്ദലിന്റെ മാറ്റം എന്താണ്? ഇരുന്ന ഇരിപ്പിൽ നിന്ന് തന്നെ അതേ സ്പോട്ടിൽ കയറാൻ പറ്റും.
സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അതാ കാണുന്നവർക്കും ഭംഗി കുറേയും കൂടി ശല്യം കുറവാണ്. ജനങ്ങൾക്ക് എന്തെല്ലോ ആകും. കൂടുതൽ പരിചയം ഉള്ളവരല്ലാത്തത് കൊണ്ട് നീയത്ത് വെക്കലും അതുപോലെ നീയത്ത് വെച്ചാൽ ചെല്ലേണ്ടുന്ന ഔറാദുകളും എല്ലാം അങ്ങോട്ടിങ്ങോട്ടെല്ലാം പോകും. അപ്പം വളരെ ഭദ്രസുന്ദരമായിട്ട് സാധിക്കാനും ഏതാണ് വണ്ടി ചാട്ടാക്കലോട് വണ്ടി ഓടാൻ തുടങ്ങലോട് കൂടി ഏറാൻ കെട്ടിക്കോ എന്ന് പറഞ്ഞത് ആർക്കും പറഞ്ഞു കൊടുക്കലില്ല. പിന്നെ ഏറാമ് ഒന്നല്ലാണ്ടായി മാറും. ഇത് വലിയ കഴിവുണ്ടെങ്കിലേ ഇത് കഴിയുള്ളൂ. ബബിഹി ഇത്രയും പറഞ്ഞതോടുകൂടി മഹമാമറ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹമാമറ 41 പറഞ്ഞതും ഇതും കൂട്ടിയാൽ യുഅലമു ആകെ അറിയപ്പെട്ടു. ഇതും കൂട്ടണം, 41 കൂട്ടണം. എന്താ വേണ്ടി കൂട്ടിയിട്ട് അന്നൽ അഫ്ളല ഫീ ഹഖിൽ മക്കി അൻ യുസല്ലിയ റകഅത്തൈൽ ഇഹ്റാം ആദ്യം 2 റകഅത്ത് നമസ്കരിക്കുക മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട്. ثم يأتي إلى باب محله الساكن به ഇതാണ് ലഹു മസ്കൻ. പിന്നെ റൂമിൻ്റെ ഗേറ്റിലേക്ക് പോകാം. ഇന്നതായി സൈദി. പിന്നെ സുമ്മയത്തി അൽ മസ്ജിദ ഇനി മസ്ജിദ് അൽ ഹറാമിലേക്ക് വരണം. മസ്ജിദിനായ വദാഇന്റെ തവാഫ്. മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോകുന്നവർക്ക് ഇത്ര ഡ്യൂട്ടി വരുമെന്നാ പറയും. 2 റകഅത്ത് നമസ്കരിക്കാൻ അടുത്ത് തന്നെ വേണം മസ്ജിദുൽ ഹറാം. പിന്നെ റൂമിലേക്ക് തന്നെ വരണം. റൂമിലേക്ക് വന്നിട്ട് യാത്ര ആരംഭിക്കുന്നതിൻ്റെ പേരിൽ ഇഹ്റാം കെട്ടാൻ പറ്റോ. പിന്നെ 2ാമത് പള്ളിയിൽ നീ കയറണം. ഇതിനി വദാഇന്റെ തവാഫ്. ഇങ്ങനെ നിയന്ത്രിക്കണം. ഇത് 41-ാം പേജിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അയ്യുസല്ലിയ റകഅത്തൈൽ ഇഹ്റാം ഫിൽ മസ്ജിദിൽ ഹറാം. റൂമിൽ നിന്നല്ല ഇഹ്റാം കെട്ടൽ അല്ല നിസ്കരിക്കൽ എന്താക്കാ. പിന്നെ സുമയത്തില ബാവി മഹല്ലി അസാകിനി ബിഹി ഇൻകാന ലഹു മസ്കൻ. എന്നിട്ട് അവിടുന്ന് ഇഹ്റാം കെട്ടേണ്ടി വരും. യാത്ര ആരംഭിക്കുന്നതിൻ്റെ പേര് ആരംഭിച്ച് ഓടാൻ തുടങ്ങിയാൽ പള്ളീൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നും കൂടെ സ്റ്റോപ്പാക്കണം. ഇതിന് അതായത് അമല്ല മസ്കന ലഹു മക്കയിൽ വീടില്ലാത്ത ആളാണെങ്കിലോ അങ്ങനെയും വരുമല്ലോ. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ നിന്ന് 2 റകഅത്ത് നമസ്കരിക്കുക. പിന്നെ അവിടെ പോണ്ട, റൂമിൽ പോണ്ട, എന്താക്കിയാൽ മതി. പള്ളിയിൽ നിന്ന് തന്നെ പോകുമ്പോ എന്തും ചെയ്തോ ഫൈൻ ഖുൽത നദ്വു ഇഹ്റാമിഹി ഇൻദ ഇബ്തിദാഇ സൈരിഹി ലിജിഹതി മഖ്സിദിഹി എന്ന് പറഞ്ഞത് യുനാഫിഹി എപ്പോൾ എതിരാകും. ഇദാ കാന മഖ്സിദുഹു ലിഗൈരിൽ ഖിബ്ല കഅബ നദ്വു ഇഹ്റാമിഹി ഇൻദ ഇബ്തിദാഇ സൈരിഹി ലിജിഹതി മഖ്സിദിഹി. ഏത് ഭാഗത്താണോ ഓടാനുള്ളത് ആ ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഇഹ്റാം കെട്ടണമെന്നല്ലേ. നദ്വു ഇഹ്റാമിഹി ഇൻദ ഇബ്തിദാഇ സൈരിഹി ലിജിഹതി മഖ്സിദിഹി യുനാഫിഹി. എപ്പോഴും മാത്രം എപ്പോഴും എതിരാവില്ല, ചിലപ്പോഴേ എതിരാവും. ഇതാക്കാന മഖ്സിദുഹു ലിഗൈരിൽ ഖിബ്ല അറഫ. അറഫക്ക് അല്ല മക്കൾക്ക് ഘടകവിരുദ്ധമായിട്ടല്ലേ സഞ്ചരിക്കേണ്ടത്. ഇവിടത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്തല്ലേ എന്താക്കാനും പറ്റുമോ. അപ്പോ അതിനോടെതിരായില്ലേ. മറ 55 പറഞ്ഞത്. 55 എന്താ പറഞ്ഞത്? ഖിബ്ലക്ക് മുന്നിലാണ്ട് ഇഹ്റാം കെട്ടാൻ പാടില്ല. ഇങ്ങനെ പറയുന്നു. അത് അധിക സ്ഥലത്ത് നോക്കൂ.
ഇതിന് എതിരായ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. മസ്ജിദ് കിബില തെറ്റിയിട്ടാണ് മസ്ജിദ് എന്താവും. അപ്പൊ അതിനോടെതിരായി ആ മറ ഏറാൻ കെട്ടുമ്പോൾ കിബിലാക്ക് മുന്നിടണം. അപ്പൊ എതിരായില്ലേ? ഉത്തൂല പിനാഫി വൈസന്നുലഹു ഇന്ദബ്തിദായി ഫിസ്സൈരി ലിജഹത്തി അറഫ അൻ യകൂന മുൽതഫിതൻ ഇലൽ ഖിബ്ല. വണ്ടി തെറ്റിച്ചിട്ടോ മോനെന്നെ തെറ്റിച്ചോ ആ പോയിന്റിൽ മാത്രം എന്താക്കാം അറിയുമ്പോ ഓടുമ്പം തന്നെ കട്ടലി അങ്ങേക്കാന്ന് ഓടുന്നത്. ഓടുമ്പോ എല്ലാം തിരിഞ്ഞിരുന്നാലും മതി. കിഞ്ഞിട്ട് ഇങ്ങനെ ചലിക്കുന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടല്ല പോണ്ടത്, അങ്ങാ പോണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടാ പോണ്ടത്. അങ്ങോട്ട് പോണ്ട ആള് ഇതല്ലേ എന്താ വേണ്ടി ഇപ്പൊ ലഹു മുൽത്തഫിത്ത് എന്ന് പറഞ്ഞാൽ സദർ കൊണ്ട് മുൽത്തഫിത്ത്, കണ്ണോണ്ടല്ല. അദ്ദേഹം പിന്നെ ഇസ്തിഖ്ബാൽ തോന്നോ സ്വദറല്ലേ, സ്വദറാ നോക്കലേന്ന് വജിഹല്ല. ബഫീ ഖൗലിന്നദാ ഒരു ഖൗലും കൂടിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നു, നബി തങ്ങൾ നമസ്കരിച്ച ഉടനെ ഇഹ്റാം കെട്ടി. ഹാക്കിം, അബൂ ദാവൂദ്, തിർമിദി. നബിയുനാ റസൂലുള്ളാഹി തങ്ങള് രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന്റെ ഉടനെ ബഹുസോടെ എന്താക്കുകയും ചെയ്തു. അപ്പൊ അതന്നെ തൈലി ജനങ്ങളിലെ അംഗീകരിക്കുന്നുള്ളൂ. അല്ലാഹൻ ഓട്ടം ചാട്ടത്തിലുണ്ടാണെങ്കിലും ഏറാങ്കട്ടിൽ മേലായ റബ്ബേ ഓടാൻ തുടങ്ങുമ്പോൾ ചെറുപ്പാക്കപ്പെട്ട നമസ്കാരം കഴിഞ്ഞ അന്നേരല്ലേ വേണ്ടി. പിന്നെ അധിക ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി ഏറാങ്കട്ടിൽ കൈഫിയത്ത്. അപ്പൊ ഈ വണ്ടി കയറുമ്പോൾ ശരിയാവോ? വണ്ടി ഓടാൻ തുടങ്ങുമ്പോൾ ശരിയാവോ? കുത്തിമല്ലപ്പലും എന്നഹു അസഹു വാസിഹു. ഞാൻ അസുന്നത്തുലിൽ ഇമാമി മക്ക ഇമാമിന്റെ സുന്നത്ത് മാവർത്തി പറഞ്ഞ പോലെ തർക്കമുണ്ടെങ്കിൽ അയ്യക്തുബ അയാൾ പ്രസംഗിക്കൽ 7-ാം ദിവസം തർവിയത്തിനെ പറ്റി, 8-ാം ദിവസത്തെ പറ്റി. 8-ാം ദിവസം പ്രസംഗിക്കുന്നല്ല, തർവിയത്തിനെ പറ്റി. മുഹരിമൻ 7-ാം ദിവസം മുഹരിമായി കൊണ്ട് യാത്ര അവർക്ക് പിറ്റേന്നേ പറ്റും. 8-ന് അപ്പൊ യാത്ര തുടങ്ങുമ്പോൾ ഏറാൻ കെട്ടിൽ നടക്കോ? ഏറാൻ കെട്ടിക്കഴിഞ്ഞാലേ പ്രസംഗിക്കാൻ കഴിയും. 7-ന് അപ്പൊ എന്താ വേണ്ടി? അയ്യത്തുമാന്ന് പറഞ്ഞ 7-നല്ലേ? ഏറാൻ കെട്ടാണ് പ്രസംഗം തുടങ്ങോ? തർവിയത്തിനെ പറ്റിയാ പ്രസംഗിക്കണ്ടി. നാളെ അവിടെ യൗമു തർവിയ വെള്ളം നിറക്കുന്ന ദിവസം. പണ്ട് മിനയിൽ അഞ്ചപ്പുറയിലൊന്നും ഒരിറ്റർക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ 24 മണിക്കൂർ മുക്കി കൊണ്ടപ്പോക്കാൻ വെള്ളം നിറക്കുന്ന ദിവസം. യൗമു സീനത്താണ് 7. വണ്ടി തോർത്തുന്ന ദിവസം. വണ്ടി തോർത്തിയിട്ടിങ്ങനെ ഇതാക്കിയിട്ട് തുടച്ചിട്ടെല്ലാം കൂടി ഒരു ഷാമ്പുവിലിട്ടിട്ട് വണ്ടി കകലില്ലേന്ന്, അത് യൗമു സീന 7. അന്നാണ് ഇയാള് പ്രസംഗിക്കുന്നത്. ഏറാൻ കെട്ടാണ്ട് എന്താക്കാനും കഴിയൂല. യൗമു തർവിയ 8-ആണ്. അപ്പൊ തലേന്ന് ഏറാൻ കെട്ടിയല്ലോ, അയാളുടെ യാത്ര 8-നാണ്. അപ്പൊ നടക്കോ? അപ്പൊ ലിത്തർവിയത്തി എടുക്ക്. ലിത്തർവിയത്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ലിത്തർവിയത്തി പറയും ചെറുവാനി എടുക്ക്. ലിത്തർവിയത്തിന്റെ ചെറായി 7. പിന്നെ ലിത്തർവിയത്തി പറയുന്നു. എന്നിട്ട് 103-ല് നിങ്ങളല്ലേ പറഞ്ഞു, നമ്മളല്ലല്ലോ. 103-ല് 103 7-ാം ദിവസമാണ് യൗമു സീനത്ത്.
8-ാം ദിവസം യൗമു തർവിയത്ത്, 7-ാം ദിവസമാണ് പ്രസംഗം. 7-ാം കെട്ടാണ്ട് പ്രസംഗവും പറ്റില്ല. അപ്പം പിന്നെ ലിത്തർവിയത്ത് മതി. തഹ്ലീലാക്ക്. 7-ാം കെട്ടല് 7 തന്നെ, പ്രസംഗവും 7 തന്നെ. തർവിയത്തിന്റെ കാര്യം അവതരിപ്പിക്കാൻ പറ്റുന്നില്ലേ? പിന്നെ 7-ാം കെട്ടിയാ പിന്നെ ഒഴിവേ തൽബീയത്തെ അടിച്ചിട്ട് യാ റബ്ബേ ശബ്ദം എന്ന് പറഞ്ഞാൽ കയ്യിലല്ലോ അടങ്ങി നിൽക്കാൻ കഴിയോ? തൽബിയ ഒന്ന്, ആദ്യത്തെ സുന്നത്ത് ഇഖ്തിസാറു തൽബിയ എന്നാണ്. 1000-മോ 10,000-മോ കോടിയോ മതിയാവോ? ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും തൽബിയ തന്നെ ചെല്ലുന്നു. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്. ലസീമ തൽബിയത്തോ, മുഖിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കയറുന്നവൻ. 7-ാം കെട്ടിയ ആർക്ക് വേറെ പണിയൊന്നുമില്ല പോലും. അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരണ്ട. സലാം ചൊല്ലിയാൽ മടക്കേണ്ടി വരും. അതൊരു ഗതികേടാവും. അപ്പൊ ആരും കാണിയും വേണ്ട. ചെല്ലണ്ടേ? പക്ഷെ ആദ്യത്തെ 7-ാം കെട്ടിയോടനെയുള്ള അതുണ്ടല്ല, അതല്ല പറഞ്ഞത്, അത് മെല്ലനെയാണ്. അതിൽ 7-ാമിന്റെ കാര്യം പറയുമ്പോഴോ അത് മെല്ലനെയാണ്. അത് അവന്റെ സ്വന്തം കാര്യം മാത്രം പറയുന്നത്. ആ ഒന്ന് അത് ആവർത്തിക്കലുമില്ല. റഫുസ്വത്ത് വേണം. പള്ളിനുള്ളിലായാലും യായിസുലായും ജീവിതവും ശരീരത്തെ തളർത്താത്ത രൂപത്തിൽ. ശരീരം കൊഞ്ഞാടിപ്പോമെങ്കിലോ പള്ളിനുള്ളിലാണെങ്കിൽ തന്നെ മുസല്ലി ഖാരി നായും ഉണ്ടെങ്കിൽ ശബ്ദം നിയന്ത്രിക്കണം. വസ്വാസ് ആക്കല മുറാദെങ്കിൽ കറാഹത്ത്, വസ്വാസ് കഠിനാന്നെങ്കിൽ ഹറാമ്. ശരീരം തളർത്തുന്ന രൂപത്തിൽ സഹിക്കാൻ പറ്റുന്ന തളർത്തലേ ആകുന്നുണ്ടെങ്കിൽ കറാഹത്ത്. ശരീരം തന്നെ കൊഞ്ഞാടുന്നു പോലും അച്ചാക്ക് പിടിച്ചിട്ട് ഒച്ചയിട്ടിട്ട് ഹറാമ്. അതേപോലെ വലായം കത്തിയു സൗത്തുഹൂ, തൽബിയത്ത് ചൊല്ലിയിട്ട് പിന്നെ അവന്റെ ഒച്ച അടഞ്ഞു പോകാൻ പറ്റുമോ? ഈ നബിദിനത്തിനെല്ലാം റാലി പോയിട്ട് പിന്നെ പിറ്റേന്ന് ഉണ്ടാകുന്നില്ലേ? അത് മുത്താലിക്കും ഈ കിസാറിനോടും റഫിനോ രണ്ടും ബന്ധിപ്പിക്കും. ഒരിക്കൽ ചെയ്ത് നിർത്തുന്ന ഏറാമല്ല, ഏതാണ് ജമിയാൻ ബാധ്യതയും പെടില്ലേ? ദവാം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് നിർത്താത്തത്, ദവാമിൻ്റെ അതിൽ തുടങ്ങിയാ നിർത്തുന്നത്. അപ്പൊ ഏതാണ്? എല്ലാ ഏറാമിലുവാ ദവാം എന്നാ ജമീയല്ലേ? ജമീഅല്ലല്ലോ, ദവാം എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ദവാം എന്ന് പറയുമ്പോ തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാത്തത് ഏതാ പറ്റും? ജമീഅല്ല പറഞ്ഞത്. ഒറ്റപ്പാടാക്കണമെന്നും ഒന്നിലധികം പ്രാവശ്യം വേണമെന്നും പറഞ്ഞത് ദവാമുൽ ഇഹ്റാം. തുടങ്ങിയാൽ നിർത്താതെ കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്. ഏതാ? ഇബ്തിദായിലുള്ള ആ ഒരു ഇഹ്റാമിലല്ല, അവിടെ ഇസ്റാറാണ്. അവിടെ ഒരു മറത്തേ ഉള്ളൂ. ജമീഅ ഹാലാത്തിഹി എന്നർത്ഥം ഇവിടെ. للخبر الصحيح أتاني جبريل فأمرني أن أمر أصحابي أن يرفعوا بالتلبية. ابن حبان, أبو داود, الترمذي, صحيح ابن خلال തൊട്ട് ദവാമു തൽബിയ. ഫാദിൽ ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു, റസൂലുള്ളാഹി ലം യസലി യുലബ്ബി. ഇതെന്നാ അതാനി ജിബീൽ ഫഅമറനി നഅമുറ അസ്ഹാബി, അത് റഫ്സുത്തെ ആയിട്ടുള്ളൂ. ദവാമായ അത് ഫാദിൽ എന്നവർ തൊട്ട് വന്നിട്ടുണ്ട്. ഫാദിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യുലബ്ബി തബലഗൽ ജംറ. നബി തങ്ങള് തൽബിയത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരു സെക്കൻഡ് നിർത്തിയിട്ടില്ല. അങ്ങനെ ജംറത്തുൽ അഖബയിലേക്ക് എത്തുന്നവർ അത്രത്തോളം തൽബിയത്ത്.
ഭാര്യയും വിശ്രമിക്കാൻ വിടാൻ പാടില്ലല്ലോ. കടത്തത്തിൽ യുദ്ധത്തിലും നടത്തത്തിലും തന്നെ മഹത്തറത മുസന്നിഫ് കാത്തു സൂക്ഷിച്ചു. ആ ദവാമി എഹ്റാമി എന്ന ഇബാറത്ത് എന്തെല്ലാം കർമ്മങ്ങളാ ചെയ്യുന്നതിൽ വെക്കണം. അജാണോ ഉമ്രയാണോ അത് ഒറ്റത്തിലെടുത്ത് പറഞ്ഞ ആളെല്ലാം കേൾക്കൂലേ? ആള് കേട്ടാ അവനെ പോയില്ലേ, എല്ലാം ഉണങ്ങിപ്പോയില്ലേ? ഇസ്റാറാണല്ലോ ഇഖ്ലാസിന് യോജിച്ചത്. അതുകൊണ്ട് അതുപോലെ എന്നല്ലേ പറഞ്ഞു, സൗത്തഹു ഹൂ ഹൂ എന്ന് പറഞ്ഞ മുതക്കറിലേക്കല്ലേ അനിൽ മർഗത്തുകൾ കുന്ത ലഹുമാ ഇസ്മാഉ അൻഫുസിഹിമാ ഫഖത്ത് വയുക്റഹു ലഹുമാ അസിയാദത്തു അലാ ദാലിക. പക്ഷേ അവരുടെ മുമ്പിലുള്ളത് ബന്ധുക്കളാണ്, ഇവരുടെ ശബ്ദം കേൾക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ആരും ഇല്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ്. എന്നാലോ അന്യപുരുഷൻ കേൾക്കൂലേ, അന്നേരം ചേർത്ത് വരൂലേ എന്നാണ്. അപ്പൊ എന്ത് കിട്ടൂ? പെണ്ണ് മെല്ലനെ മതി എന്ന് പറഞ്ഞത് അന്യപുരുഷൻ കേട്ടാ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അന്യപുരുഷൻ ഇല്ലാത്ത കൽവത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ഉള്ളടത്ത്, ആ അല്ലെങ്കിൽ ബന്ധുക്കളായ പുരുഷന്മാരുള്ള ഒരൊറ്റയുണ്ടേ. പെണ്ണിനെ ഒറ്റ കൂട്ടൽ കറാഹത്ത്, ബാങ്കിനെതിരായിട്ട് ആറാം. എന്താ വ്യത്യാസം? ബാങ്കും മറ്റേതും ഇമാം റഫീഹി അതിന്റെ കാരണം വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കണ്ടേ? അപ്പൊ പെണ്ണ് ബാങ്ക് കൊടുക്കുമ്പോ എല്ലാവരും നോക്കാം. 1466 എന്താ ശ്രദ്ധിച്ച് കേട്ടാ മാത്രം മതിയാണ്. ഇസ്ഹാവും കണ്ടേ 466 എന്താ വേണ്ടി? 1466 ബാങ്ക് കൊടുക്കുന്ന ആളെ വെറുതെ വിട്ടാൻ പറ്റില്ല. കുത്തുപോകുന്ന ആളി നോക്കണ്ടേ? അത് എങ്ങനെ? ഇസ്ഹാവ് രണ്ട് വ്യത്യാസം ഉണ്ട് എന്നാണ്. ഇസ്തിമായ മതി, അവിടെ കുത്തുപോയി അവിടെ നോക്കണം, നോക്കണ്ട. നോക്കലടിയ ആ അതെ. ഇത്രത്തോളം കുത്തുബയിലില്ല പോലും, ശ്രദ്ധിച്ച് കേൾക്കലേ ഉള്ളൂ പോലും. ഇങ്ങനെ വന്നിട്ട് കത്തീവിനെ നോക്കാൻ പോണ വേണ്ട ഇല്ല. അതിരുമാന്റെ ബാബിൽ പറഞ്ഞു നെവറ് പ്രത്യേക സുന്നത്താണ്. അപ്പൊ പെണ്ണ് ബാങ്ക് കൊടുക്കാനേ പാടില്ല. പെണ്ണ് ശബ്ദം കൂട്ടൽ ഹറാം ഒരിക്കലുമില്ല. ഹറാം എന്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ തൽബിയത്ത് ചൊല്ലിയിട്ട് അതാതാളെ എനിക്ക് പോയത്. അപ്പൊ എനിക്ക് തിരിയൂല ഇപ്പുറത്തുനിന്ന് എന്താ കാട്ടുന്നുള്ളത്. ഇത് നോക്കാൻ സമയം കിട്ടൂല, കറാഹത്തേ വരുള്ളൂ. പിന്നെ ചവിട്ടിൽ കൈ വിരൽ വെക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ കൈയിലുള്ള സ്വഭാവത്ത് രണ്ട് ചെവിയിൽ ഒരു ചെവിയിൽ രണ്ട് പേരല്ല. ആരായത് പറയുന്നു? ഇബ്നു ഹിബ്ബാൻ. ഓരെന്താ പറയാൻ അധികാരം? അഖദ മിൻ ഖബരി, ഒരു ഹദീസിൽ നിന്ന് ഫീഹി, ആ ഹദീസിലുണ്ട്. അതായത് ഫീ ദലാലത്ത്, ആ ഹദീസിൽ, അതായത് ആ ഹദീസ് അറിയിക്കുന്നതിൽ, അലൈഹി വിരല് ചെവിയിലിടണം എന്ന് അറിയിക്കുന്നതിൽ നടക്കുന്നത്. ഫീഹി എന്ന് പറഞ്ഞാൽ അതിലുള്ള ഹദീസ് എന്നെല്ലാം അഖ്ദം മിൻ ഖബരിൻ ഫീഹി, ആ ഹദീസിലുണ്ട്. അതായത് ഫീ ദലാലത്തിഹി ബദലി, അലൈഹി
ആ ഹദീസിൽ, അതായത് ആ ഹദീസിന്റെ ദലാലത്തിൽ അലൈഹി മുസന്നലിൽ മുലബി എന്നതിലേക്ക് ഉള്ള ദലാലത്തിൽ നദറുണ്ട്. ആ ഹദീസ് മുഴുവനും വായിച്ചു തീർത്തിട്ടും എന്ത് കിട്ടിയിട്ടില്ല പോലും. അങ്ങനെ അറിയിക്കുന്ന ഒരാൾ ദലാലത്ത് കിട്ടിയിട്ടില്ല, ഒരു കിട്ടിയെന്നാ പറയും. അതുകൊണ്ട് ചെവി ഒച്ച അടങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് വേണം പോലും ചെല്ലുന്നതിന് പങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഉണ്ട്, ദലാലത്ത് ഉണ്ട് എന്നാ വാദിക്കുന്നു ന്യായമുണ്ട്. ഇവന് ഹിബാൻ പറഞ്ഞില്ലേ, മനായി പറയുന്നു വേണ്ടേ വേണ്ട, ഇബ്നു ഹജർ പറഞ്ഞതാ ശരി. അങ്ങനത്തെ ഒരു ദലാലത്തും ആ ഹദീസിലില്ല. വലികാലം യഹ്ഫദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നഹരി മിൻ അസ്ഹാബി. ആ ഇബ്നു ഹിബാൻ പറയുന്നത് ചെവിയിലേക്ക് വിരലിട്ട ശേഷമായിരിക്കണം പോലെ എന്താക്കുന്നത്, ഇന്ദലഖിനാമായ റസൂലില്ലാഹി മിൻ മക്ക ഇലൽ മദീന. എന്താണ് വാദിൽ അസ്റഖ് ആയപ്പോൾ നബി ചോദിച്ചു, ഈ വാദി അറിയാവോ? വാദിൽ അസ്റഖ്. ഞാൻ ഇപ്പോഴും മൂസാ നബിയെ കണ്ടത് ഓർക്കുന്നു. മൂസാ നബിയുടെ നീളം, മുടി, നിറം, അവർ ചെവിയിൽ വിരൽ വെച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മുസ്ലിം റിവായത്ത് ചെയ്യും. ഇപ്പൊ എന്താണ് വാദിൽ അസ്റഖിൽ വെച്ചാ പറയും, മൂസാ നബിയുടെ സംഭവം ഞാൻ ഓർക്കുന്നു. മൂസാ നബിയുടെ നീളം, മുടി, കളറ്, ഒരു ചെവിയിൽ വിരൽ വെച്ചത് അല്ലേ, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടക്കുന്നു. എന്താണ് ഇതേ വാദിയിൽ വെച്ചാണ് ശബ്ദത്തോടെ എന്താക്കിനി തൽബിയത്ത് ചൊല്ലിച്ച് ഓർ നടന്നത്. ഇതേ വാദിയിലായിരുന്നു. എന്താണ് ചെവിയിൽ വിരൽ വെച്ചത് അനുമോദിച്ചില്ലേ? അങ്ങനെ കിട്ടിയാലെല്ലാം മതിയാ, മതിയെന്നും പറയുന്നില്ലേ. വേണ്ടെന്ന അങ്ങനത്തെ ഒരു പണിയും വേണ്ട പോലും. വിദാജിമാർ പ്രത്യേകം ചോദിക്കൂ, ഇങ്ങനെയൊക്കെ ഈ മക്കളുടെ സ്ഥാനം കൊടുക്കും പോലെ ഉടനീളം ചെവിയിൽ വിരലിട്ട് കൊണ്ടാണ് പറയേണ്ടത്. അങ്ങനെ ന്യായമുഖിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമിയും അതുപോലെ വനായിയും പറയുന്നത് വേണ്ടേ വേണ്ട. ഇതൊക്കെ പ്രത്യേകമായി വേണ്ടതെപ്പം ഖുസൂസൻ അർത്ഥം. ഇസ്മുഫായിലാണ് താവ് ചേർത്തിട്ട്. ഖുസൂസൻ ഈ പറഞ്ഞതൊക്കെ അതിശക്തമാണ്. ഇന്നത്തെ ആയില്ല അവസ്ഥ മാറുമ്പോൾ, ഒരവസ്ഥയിൽ നിന്ന് പിന്നൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്ത് വേണം? ആ അവസ്ഥ മാറുമ്പോൾ പ്രത്യേകം ഉണ്ടാക്കണം. റുക്കൂബ് ഇതുവരെ നടന്നിട്ടാണ്ട, ഇപ്പം വണ്ടി കയറി. നുസൂൽ ഇതുവരെ ഇരുന്നിട്ടാണ്ട, ഇപ്പം അങ്ങനെയില്ലേ. സുഊദ്, ഹുബൂത്ത് വായിക്കേണ്ടത് വിളമ്യഫലിഹിമ, വായിക്കാൻ പ്രത്യേകം ഉപദേശിക്കുന്നു. ആ രണ്ടെടുത്തും ആ മുസന്നിഫിന്റെ എഴുത്ത് തന്നെ ഉണ്ട് എന്നാണ് മസ്തറാക്കിയിട്ട്. 10 കൊണ്ടാകുമ്പോൾ ഇസ്മ വെക്കാനാകും. അത് വായിച്ചാലും ഒരു മുടക്കവും ഇല്ലാന്ന് മജ്മൂഇൽ പറയും. ഇറങ്ങുന്ന സ്ഥലം ഇസ്മ വെക്കാൻ. ഇറക്കം, കയറ്റം. അതുകൊണ്ടാണ് ലംയഫലിഹിമ പറഞ്ഞത്. രണ്ടായാലും ഇത് വേണ്ട തന്നെയാണ്. രണ്ടായാലും ശക്തിയായ സുന്നത്ത് തന്നെയാണ്. ഹബൂത്തിലും വേണം, ഹുബൂത്തിലും വേണം, സഹൂദിലും വേണം, രണ്ടിലും വേണം. ഇവിടെ വായിക്കേണ്ടത്, ഇവിടെ മുസന്നിഫ് പറഞ്ഞത് മുസ്തറാക്കിയിട്ടാണ്. അമ്മാബിൽ ഫത്തിഹി വഹുമാ ഇസ്മാ മക്കാനിഹിമ, അതായാലും ഒറ്റവരുണ്ടേ അല്ലേ. അതുപോലെ വഖ്തിലാത്ത് റുഫ്ഖത്തി, ആൾക്കാർ തമ്മിൽ ചേരുന്ന സമയത്ത് കൂടിച്ചേരുമ്പോൾ റുഫ്ഖത്ത് റിഫ്ഖത്ത്, ഇഖ്ബാലുൽ ലൈൽ, ഇഖ്ബാലുൻ നഹാർ, ഇങ്ങനെല്ലാം കൂടുതൽ മൂർജിപ്പിക്കണം പോയി. ഇപ്പോൾ കുറേ സമയത്ത് മസ്ജിദുൽ ഖൈഫിൽ, മസ്ജിദ് ഇബ്രാഹിമിൽ വേണം, കണ്ട ഇജ്തിമായിൽ വേണം, ഇഫ്തിറാഖിൻ്റെ നേരത്ത് വേണം, നോമിൻ്റെ നേരത്ത്, ഉണർച്ചയുടെ നേരത്ത്, കാറ്റടിച്ച് വീശുന്ന നേരത്ത്, സൂര്യൻ കുറയുമ്പോൾ, സൂര്യൻ കൂടുമ്പോൾ, കണ്ട
ووقت السحر وفراغ صلاة فيقدمها على الأذكار بعدها. നിസ്കാരം മാത്രം മുടക്കിയാൽ ഇതുവരെയുള്ള എല്ലാ ദിക്റിനെക്കാണിയും ഇനിയും മുടക്കാൻ വേദഹ എല്ലാ ദിക്റിനെക്കാണിയും അപ്പൊ എല്ലാറ്റിലേക്കും മുടക്കിയ നേർക്ക് നേരെ മുടക്കാൻ എളുപ്പം മുടക്കിയേക്കാം നിസ്കാരത്തിലേക്ക്. നിസ്കാരത്തിൻ്റെ ഉടനെ കാലനക്കാതെ ചെല്ലേണ്ട ദിക്റുണ്ടാകും. ആ ദിക്റിനെക്കാണിയും മുമ്പ് അച്ചു പെരുന്നാളിന്റെ തക്ബീർ പോലെ എല്ലാവർക്കാരെന്ന് പറഞ്ഞാൽ അനങ്ങാനും കുലിക്കാനും പാടില്ലാതെ നിൽക്കില്ലേ 10 വേണം മഗ്‌രിബിനോ സുബഹിക്കും. എന്നാലും ശരി എന്നാണ്. എന്താ വേണ്ടി തൽബിയത്ത് തൽബിയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തൽബിയത്ത് 10 കേടെല്ലാം പയ്യെ തിരിഞ്ഞിരിക്കണ്ട. എത്രന്നൊന്നുമില്ല കുറക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇക്സാർ വേണ്ടേ? അപ്പൊ 3 വേണ്ടേ അല്ലേ? പാതിരാ സമയത്ത് ഇടി കേൾക്കുമ്പോ, അതുപോലെ നിൽക്കുമ്പോ, ഇരിക്കുമ്പോ, ചെരിഞ്ഞ് നടക്കുമ്പോ, മലന്ന് നടക്കുമ്പോ, റാക്കിബ് മാഷി, അതുപോലെ നമസ്കാരം തന്നെ സുന്നത്ത് നമസ്കാരം, പറഞ്ഞ നമസ്കാരം. ജിദ്ദയിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു മുസാഫിന്റെ ചിത്രമായിട്ട് വെൽക്കം ടു മക്ക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങി. അവിടുന്ന് നമസ്കാരത്തിന് കയറും. നിസ്കാരത്തിന് കയറിയിട്ട് ഒരു ട്രിപ്പ് എന്താക്കി അവിടുന്ന് നിസ്കരിച്ചു. രണ്ടാമത്തെ ട്രിപ്പ് നമ്മളാദ്യം വന്നു. അന്ന് അവർക്ക് നിസ്കരിച്ച പാട് തിരിയുന്നില്ല. ഇപ്പോഴേ തൽബിയത്തല്ല വൈകിയ ഇങ്ങനെ സ്തംഭിച്ചേക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും ലബ്ബൈക അല്ലാഹുമ്മ. അത്ര ഉടനെയാ വേണ്ടി അവിടെ തീർക്കിനെ ആക്കൊന്നും തിരിയുന്നില്ല. ഒരു ഉടനെയാണ് അല്ല വൈകിയ ഏത്തമതഹുകൽവനായി ഉടനെ ഉസൂൽ സുന്നത്ത് എപ്പോൾ കിട്ടും? നാളെ ചെല്ലിയാലും കിട്ടും. കുർദി ഇമാം എന്താ പറഞ്ഞത്? വഅദാസ്കാരി സ്വലാത്തി ഫൗറൻ. ഓരോ കൗൽ എങ്ങനെയാണ്? വഅദാസ്കാരി സ്വലാത്തി ഫൗറൻ. ദിക്ർ കഴിഞ്ഞാൽ വൈകണ്ട ഉടനെ എന്ന് പറഞ്ഞാൽ അലീശവറാമൽസി പറയും വയംബഗി തഖ്ദീമുൽ അസ്കാരി അല തൽബിയ. ഏതാ മുന്തിക്കണ്ടി? തൽബിയത്തല്ല, തൽബിയത്തിന് അറ്റയില്ലല്ലോ. അതുപോലെ തഖ്ദീമു ഇജാബത്തിൽ മുഅദ്ദിൻ. ഉജീറമി എന്താ പറയുന്നത്? ഉജീറമി ഹഫനി സുൽത്താനി, ഉജീറമി ഹഫനി സുൽത്താനി എല്ലാ ആൾക്കാരനെക്കാണിയും എത്രത്തോളം കാനനക്കാൻ പാടില്ലാത്ത ദിക്റിനെ കാണാൻ മുമ്പ് പോലും മുഹമ്മദ് സാലിഹ് റഈസുൽ മക്കി പറഞ്ഞിട്ടതാ ഉദ്ദീൻ ഹാമിസിൽ പറഞ്ഞത്. അലൗകാനതും ഖയ്യറൽ കലാം 10-7. അത് ബാത്തിലാകാനുമില്ല, നിശ്ചല്യമുണ്ട്. ഇതാദ്യം കഴിച്ചുപെടണം തൽബിയത്തിന്റെ ഉച്ചാരം കാട്ടാൻ. കമഖ്തല്ലാഹു കലാം, കലാമ് തേടിയത് അങ്ങനെയാണ്, ഉടനെ വേണം അല്ലേ? وتكره في نعم الخلائق ومحل نجس كسائر الأذكار ولا تستحب في طواف القدوم. طواف القدوم പോട്ടെ. والسعي بعده لأن لكل منهما أذكارا. مخصوصة فيه كطواف الإفاضة والوداع. قديمമായ കൗലി, ഔട്ട് ഓഫ് ഫാഷൻ കൗലിൽ എന്താ പഠിപ്പിക്കുന്നത്? ജഹറില്ലാണ്ട് വേണം പോലും, വേണം തവാഫിൽ വേണം. അതില്ലത്ത് ഇത്തലാക്കാക്കിയത് കൊണ്ട് അങ്ങനെയൊന്ന് സയ്യിലും പോണം. ഒറ്റപ്പാട് വേണ്ട. ലാഫിലാഖറൈനി ജസ്മൻ അവസാനം പറഞ്ഞ രണ്ടിലും വേണ്ട. ഇഫാദത്തിലും അതായി കദീം പിടിച്ചാലും വേണ്ട. കദീം അവിടെ അനുവദിച്ചിട്ടില്ല, ശബ്ദം കൂട്ടാനും അനുവദിച്ചിട്ടില്ല. വേണം പോലും ദിക്ർ ചെല്ലും പോലെ. തവാഫിന്റെ ദിക്റിന്റെ കൂടെ ചെല്ലലി
ബൈക്കിങ് ചെല്ലല് പോയി വേണ്ട. നമ്മൾ ഇതിന് കർമ്മത്തിലേക്ക് കടന്നില്ലേ, ഇനി ഇതാ വരുന്നു ഇത് പറയുന്നതിന് എന്താ അർത്ഥം വേണോ? വിലപ്പുണ്ട് മതിയാ.